ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, 1930 ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി ഉൾപ്പെടെ എത്ര പേരാണ് പങ്കെടുത്തത്? 1930 ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി ഉൾപ്പെടെ എത്ര പേരാണ് പങ്കെടുത്തത്? 79. പെരിനാട്ടുലഹള നടന്ന വർഷം ഏത്? പെരിനാട്ടുലഹള നടന്ന വർഷം ഏത്? 1915. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? 1721. സാമൂതിരിമാരുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? സാമൂതിരിമാരുടെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? മങ്ങാട്ടച്ചൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? നെടുമ്പാശ്ശേരി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ചിറയൻകീഴ് CP ഗോവിന്ദപിള്ള. പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി ആര്? പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി ആര്? VK കൃഷ്ണമേനോൻ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 500 സെക്കൻഡ്. തിരു-കൊച്ചി സംയോജനം നടന്ന വർഷം ഏത്? തിരു-കൊച്ചി സംയോജനം നടന്ന വർഷം ഏത്? 1949 ജൂലൈ 1. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏത്? ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏത്? ഹിമാദ്രി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. വാഴപ്പഴത്തിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? വാഴപ്പഴത്തിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? പൊട്ടാസ്യം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം. ഏറ്റവും സാന്ദ്രതയുള്ള ഗ്രഹം ഭൂമി. വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ബുധൻ, ശുക്രൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ശനി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? നെപ്റ്റ്യൂൺ. യുറാനസ് കണ്ടെത്തിയത്. യുറാനസ് കണ്ടെത്തിയത് ആര്? വില്യം ഹെർഷൽ. വരാന്ത എന്ന വാക്ക് കേരള ജനതയ്ക്ക് സംഭാവന ചെയ്ത വിദേശ ശക്തി. വരാന്ത എന്ന വാക്ക് കേരള ജനതയ്ക്ക് സംഭാവന ചെയ്ത വിദേശ ശക്തി
പോർച്ചുഗീസുകാർ. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി. വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന്. 2020 ജനുവരി 10. സൈബർ നിയമങ്ങൾ ഈ കൂട്ടത്തിൽ ഏതിൽ പെടുന്നു? സൈബർ നിയമങ്ങൾ ഏതു കൂട്ടത്തിൽ പെടുന്നു? അവശിഷ്ടാധികാരങ്ങൾ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 8. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് അറിയപ്പെടുന്നത് ആമുഖം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? അനുച്ഛേദം 21. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പരമാവധി എത്ര വർഷത്തേക്ക് നീട്ടാൻ കഴിയും? ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പരമാവധി എത്ര വർഷത്തേക്ക് നീട്ടാൻ കഴിയും? 3 വർഷം. തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ സുൽത്താൻ ആര്? തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ സുൽത്താൻ ആര്? ഇൽത്തുമിഷ്. ഷംസുദ്ദീൻ ഇൽഷുമിത് അധികാരത്തിലിരിക്കെ 1221 ഇന്ത്യയുടെ അതിരുകൾ ആക്രമിച്ച മംഗോളിയൻ ചക്രവർത്തി ആര്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് അധികാരത്തിലിരിക്കെ 1221 ഇന്ത്യയുടെ അതിരുകൾ ആക്രമിച്ച മംഗോളിയൻ ചക്രവർത്തി ആര്? ചെങ്കിസ് ഖാൻ. ഇൽത്തുമിഷിൻ്റെ കാലത്ത് രൂപം കൊടുത്ത 40 അംഗ സംഘ പ്രഭുസമിതി ഏതാണ്? ഇൽത്തുമിഷിൻ്റെ കാലത്ത് രൂപം കൊടുത്ത 40 അംഗ സംഘ പ്രഭുസമിതി ഏതാണ്? ചിഹൽഗാനി. മംഗോളിയന്മാർ ചെറുപ്പത്തിലെ പിടികൂടി ഗസ്നിയിൽ അടിമയാക്കി വിറ്റ ഏതു കുട്ടിയാണ് പിന്നീട് അറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻമാരിൽ ഒരാളായി മാറിയത്? മംഗോളിയന്മാർ ചെറുപ്പത്തിലെ പിടികൂടി ഗസ്നിയിൽ അടിമയായി വിറ്റ ഏതു കുട്ടിയാണ് പിന്നീട് ഏറ്റവും അറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻമാരിൽ ഒരാളായി മാറിയത്? ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ ഡൽഹി ഭരിച്ച കാലഘട്ടം ഏത്? ബാൽബൻ ഡൽഹി ഭരിച്ച കാലഘട്ടം ഏത്? 1266 മുതൽ 1287 വരെ. ഡൽഹിയിലെ 40 അംഗ പ്രഭുസമിതിയെ ഭരണകാര്യങ്ങളിൽ നിന്നും പുറത്താക്കിയ സുൽത്താൻ ആര്? ഡൽഹിയിലെ 40 അംഗ പ്രഭുസമിതിയെ ഭരണകാര്യങ്ങളിൽ നിന്നും പുറത്താക്കിയ സുൽത്താൻ ആര്? ബാൽബൻ. സിൽ ഇലാഹി അഥവാ ദൈവത്തിൻ്റെ നിഴൽ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന സുൽത്താൻ ആര്? സിൽ ഇലാഹി അഥവാ ദൈവത്തിൻ്റെ നിഴൽ എന്ന് സ്ഥാനപ്പേരുണ്ടായിരുന്ന സുൽത്താൻ ആര്? ബാൽബൻ. ബാൽബൻ രൂപം കൊടുത്ത പട്ടാള വകുപ്പേത്? ബാൽബൻ രൂപം കൊടുത്ത പട്ടാള വകുപ്പേത്? ദിവാൻ ഇ ആർസ്. ബാഗ്ദാദ് ആസ്ഥാനമായിരുന്ന അബ്ബാസിദ് ഖലീഫുമാരുമായി നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന ഡൽഹി സുൽത്താൻ ആര്?
ബാഗ്ദാദ് ആസ്ഥാനമായിരുന്ന അബ്ബാസിദ് ഖലീഫുമാരുമായി നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന ഡൽഹി സുൽത്താൻ ആര്? ഇൽത്തുമിഷ്. സുൽത്താൻ ഭരണകാലത്തെ ഡൽഹിയിലെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? സുൽത്താൻ ഭരണകാലത്ത് ഡൽഹിയിലെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? പേർഷ്യൻ. പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര്? പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര് മൊസാംബിക്. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം? മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൗസ്. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ദിവസം? റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് 8. കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന തമിഴ് സിനിമാ താരം? കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന തമിഴ് സിനിമാ താരം ജെമിനി ഗണേശൻ. ലിയാൻഡ്രോ ഡാവിഞ്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതെവിടെ? ലിയാൻഡ്രോ ഡാവിഞ്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതെവിടെ? റോം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ? ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിജയലക്ഷ്മി. ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരപിള്ള. രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം? രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ഇന്റർനെറ്റ് ഉപഭോഗത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം? ഇന്റർനെറ്റ് ഉപഭോഗത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം? ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി.